ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ തന്ത്രി കുടുംബത്തിന്റെ ഹർജിയിൽ ഹൈക്കോടതി നാളെ വീണ്ടും വാദം കേൾക്കും. സാധാരണ വഴിപാടാണ് ഉദയാസ്തമന പൂജയെങ്കിൽ തന്ത്രിയുടെ അനുവാദം ആവശ്യമില്ലെന്ന് ഹർജിക്കാർ. 2015-ലെയും 2018-ലെയും അഷ്ടമംഗല ദേവ പ്രശ്നത്തിൽ ആചാരങ്ങൾ യഥാവിധി തുടരണമെന്ന് കണ്ടിരുന്നുവെന്നും ഹർജിക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയ സംഭവത്തിൽ തന്ത്രിയെടുത്ത നിലപാടിനെയും ദേവസ്വത്തിന്റെ തീരുമാനത്തെയും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഹർജിക്കാരായ തന്ത്രി കുടുംബാംഗങ്ങളുടെ ഹൈക്കോടതിയിലെ വാദം. ഉത്സവം പൂർവാചാര പ്രകാരം തുടരണമെന്നായിരുന്നു 2015-ലെ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ കണ്ടത്. ആചരണാദികൾ യഥാവിധി തുടരണമെന്ന് 2018-ലെ ദേവപ്രശ്നത്തിലും കണ്ടു. ഉത്സവ പൂജാരീതികളിൽ മാറ്റം വരുത്തിയാൽ ദേവചൈതന്യം കുറയുമെന്നും ഹർജിക്കാർ ഹൈക്കോടതിയിൽ വാദമുന്നയിച്ചു. ആദിശങ്കരൻ ഗുരുവായൂരെത്തിയെന്നത് അവിശ്വസിച്ച തന്ത്രിയുടെ രീതി ഞെട്ടിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കിയ ഹർജിക്കാർ സാധാരണ വഴിപാടാണ് ഉദയാസ്തമന പൂജയെങ്കിൽ തന്ത്രിയുടെ അനുവാദം വാങ്ങേണ്ടതില്ലെന്നും നിലപാടെടുത്തു. ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ രേഖകൾ എന്നുള്ള രീതിയിൽ ഹർജിക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എതിർകക്ഷികൾക്ക് പ്രസ്തുത രേഖകളുടെ പകർപ്പ് നൽകാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഹർജി നാളെ വീണ്ടും വാദം കേൾക്കാനായി മാറ്റി. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ നവംബറിൽ നടത്തിയത് ശ്രീകോവിൽ അധിക സമയം അടച്ചിടാതെ ദർശനം സുഗമമാക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ദേവസ്വത്തിന്റെ നിലപാട്. ഉദയാസ്തമന പൂജ വഴിപാട് മാത്രമാണെന്നും ആചാരമല്ലെന്നും തന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ദേവസ്വം സത്യവാങ്മൂലവും സമർപ്പിച്ചിരുന്നു. ജനം, കൊച്ചി.